ശശി തരൂരിന്റെ PAയിൽ നിന്നും സ്വർണം പിടിച്ച സംഭവത്തിൽ ചോദ്യങ്ങളോട് പ്രകോപിതനായി MM ഹസൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണത്തെയും ശശി തരൂരിന്റെ PAയിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്ത സംഭവത്തെയും കൂട്ടിക്കെട്ടേണ്ടെന്ന് MM ഹസൻ പറഞ്ഞു. PAയ്ക്ക് എവിടുന്നെങ്കിലും ശശി തരൂരിന്റെ പാസ് കിട്ടിയതാവാമെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയും ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ സ്വപ്ന സുരേഷിന് എംബസിയിൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ അല്ലല്ല അവർക്ക് ഞാൻ പറഞ്ഞോട്ടെ, മുഖ്യമന്ത്രി ഞാനൊന്ന് പറയട്ടെ, മുഖ്യമന്ത്രി ശശി തരൂരിന്റെ മുൻ PA അയാൾ രണ്ടും കൂടെ യോജിപ്പിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യമുണ്ടല്ലോ, അതിനു മുമ്പിൽ തലകുനിക്കാൻ മാത്രമേ സാധിക്കൂ. വിജിൻ വായാന്തോട് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. വിജിൻ, നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അനവധിയായ വിമർശനങ്ങളായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ ശശി തരൂരിന്റെ PAയിൽ നിന്നും സ്വർണം പിടിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം, ശശി തരൂർ ഞെട്ടിയല്ലോ, അതുകൊണ്ട് ഞാനും ഞെട്ടുന്നു എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. ഇപ്പോൾ MM ഹസൻ കൃത്യമായി ഈ മാധ്യമപ്രവർത്തകരുടെ ഈ ചോദ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, പ്രകോപിതനായി ഓരോ ചോദ്യങ്ങളോടും ഉത്തരം പറയുന്ന സാഹചര്യം, വളരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ് ശശി തരൂരിന്റെ PAയിൽ നിന്നും സ്വർണം പിടിച്ചെടുത്ത സംഭവത്തിൽ. അത് തന്നെയാണ്, ഈ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായി എന്നത് തന്നെയാണ് എടുത്തു കാണേണ്ട ഒരു കാര്യം. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ കേവലമായ ഒരു ആരോപണത്തിന്റെ പേരിൽ വലിയ വിവാദമായിരുന്നു വർഷങ്ങളായി സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോഴും അത്തരം ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് നിരന്തരം നടക്കുന്നതിനിടയിലാണ് ശശി തരൂരിന്റെ PA, ശശി തരൂരിന്റെ വിമാനയാത്രകളിൽ സഹായി കൂടിയായ ഇയാളിൽ നിന്ന് പോലീസ് കസ്റ്റംസ് സ്വർണം പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചോദ്യങ്ങളിൽ തന്നെ ശശി തരൂരും ഒഴിഞ്ഞുമാറുകയും അത്തരത്തിൽ താൻ ഞെട്ടി എന്നുള്ള നൽകിയത് എങ്കിലും ശശി തരൂരിന്റെ PA ആയിരുന്ന കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഇയാൾ സ്വർണം കടത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് കസ്റ്റംസ് നിലവിൽ നടത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കസ്റ്റംസ് കടക്കുകയും ചെയ്യുന്നു. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കും എന്നാണ് കസ്റ്റംസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിശദീകരണം. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും പ്രതിരോധത്തിലായിക്കൊണ്ടുള്ള ഒരു നിലപാട്, ഒഴിഞ്ഞുമാറൽ സ്വീകരിച്ച് രംഗത്തെത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ചെന്നിത്തലയും VD സതീശനും ഇപ്പോൾ ഏറ്റവും അവസാനം MM ഹസനും അത്തരത്തിൽ ഒഴിഞ്ഞുമാറുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായും പ്രകോപിതനായിക്കൊണ്ടായിരുന്നു MM ഹസന്റെ മറുപടി. MM ഹസൻ പറഞ്ഞത്, ഈ ശശി തരൂരിന്റെ PAയിൽ നിന്ന് സ്വർണം പിടിച്ച സംഭവവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണവും രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല എന്ന രീതിയിലുള്ള അഭിപ്രായമാണ്. എന്ത് യുക്തിയാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്ന ചോദ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും MM ഹസൻ ഒഴിഞ്ഞുമാറുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു. ശരി വിജിൻ, ശശി തരൂരിന്റെ PAയിൽ നിന്നും സ്വർണം പിടിച്ച സംഭവത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രകോപിതനായി MM ഹസൻ. ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെയായിരുന്നു MM ഹസൻ മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത്. വിജിൻ വായാന്തോടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി വന്നത്.